വയനാട് ഉരുൾപൊട്ടൽ ദുരന്തഭൂമിയിൽ നടന്ന തെരച്ചിലിൽ 437 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത്. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 401 DNA പരിശോധന പൂർത്തിയായി. ഇതിൽ 349 ശരീരഭാഗങ്ങൾ 248 ആളുകളുടേതാണ്. 115 പേരുടെ രക്തസാമ്പിളുകൾ ഇതുവരെ ശേഖരിച്ചു. അതേസമയം ദുരന്ത പ്രദേശത്ത് കനത്ത മഴയും തുടരുകയാണ്. ഇവരുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ, സ്ഥിരീകരണങ്ങൾ ഇരുതരത്തിലാണ്. കെപി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ DNA പരിശോധനാ ഫലം വന്നുകൊണ്ടിരിക്കുകയാണ്. നാളത്തോടെ പൂർണ്ണമായിട്ടുള്ള ഒരു DNA പരിശോധന ഫലം വരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ആ DNA ഫലം പുറത്തു വന്നു. പക്ഷേ ഇത് ആരുടെയൊക്കെ ആണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ DNA ഫലം കിട്ടിയത് ആരൊക്കെയാണെന്നുള്ളത് ഒരു തീർച്ചപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിലുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. നാളെ ആയിരിക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ഈ കാര്യങ്ങളെല്ലാം പുറത്തുവിടുക. ഇതിനാൽ തന്നെ ഈ പ്രദേശത്ത് മഴ വൈകിട്ട് വലിയ രീതിയിലുള്ള ഒരു മഴയെ തുടർന്ന് ഇന്നത്തെ ആ തെരച്ചിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ മുതൽ ഉച്ചവരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് വൈകുന്നേരമായപ്പോഴാണ് ശക്തമായ മഴ പെയ്യുകയും ഈ താത്കാലികമായി സൈന്യം നിർമ്മിച്ച നടപ്പാത മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ തിരച്ചിൽ നിർത്തിയത്. ഇന്നും ഇത്തരത്തിൽ രണ്ട് ശരീരഭാഗങ്ങളടക്കം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ചാലിയാറിന്റെ തീരത്താണ് പ്രധാനമായും ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ പ്രദേശങ്ങളിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ കൂടുതലായി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നാളെയും ഇത്തരത്തിൽ ഈ ഭാഗങ്ങളിലായിരിക്കും പരിശോധന ഉണ്ടാവുക. 5 സോണുകളായി തിരിച്ചാണ് ഇന്ന് പരിശോധന നടത്തിയിരുന്നത്. നാളെയും ഇത്തരത്തിൽ തന്നെയാകും പരിശോധന ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാകുകയാണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ മാർഗം അടക്കമുള്ള പരിശോധന ഉണ്ടാവുക. വയനാട്ടിൽ നിന്നും അർജുനാണ് വിവരങ്ങൾ നൽകിയത്.